ആനക്കേരളത്തോട് എന്നേക്കുമായി വീണ്ടും ഒരു ഗജരാജൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു. വലിയപുരയ്ക്കൽ സൂര്യന് പുറകെ ആനക്കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗജരാജൻ മാവേലിക്കര ഗണപതി ചരിഞ്ഞിരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൊമ്പൻ ചരിഞ്ഞത്. കുറച്ചു നാളുകളായി ആനകളുടെ ജീവന് പോലും ഭീഷണിയായ ഇരണ്ടക്കെട്ടെന്ന രോഗത്താൽ ചികിത്സയിലിരിക്കെയാണ് ഗണപതി ചരിഞ്ഞത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ഉത്സവങ്ങൾക്കും നിറസാന്നിധ്യമായ കൊമ്പനായിരുന്നു ഗണപതി. വേലകളുടെ നാടായ നെന്മാറയിലെ കാർത്തിക മഹോത്സവത്തിനും അവസാനമായി ഗണപതി പങ്കെടുത്തു. കുറച്ച് നാളുകളായി ചികിത്സയിലിരിക്കെ കൊമ്പൻ തിരികെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആനക്കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ആനപ്രേമികൾക്ക് മുമ്പിൽ ഇന്ന് രാവിലെയോടുകൂടി അവൻ്റെ മരണവാർത്തയാണ് വന്നത്. ഗജരാജൻ മാവേലിക്കര ഗണപതിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ആനക്കേരളത്തിലെ പോക്ക് ഇതെങ്ങോട്ടാണ്? 2025 തന്നെ 20-ന് മുകളിൽ ആനകളെ ആനക്കേരളത്തിന് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. വെറും 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വലിയപുരയ്ക്കൽ ആനത്തറവാട്ടിലെ അവശേഷിക്കുന്ന ഏക കൊമ്പനായ വലിയപുരയ്ക്കൽ സൂര്യൻ എന്ന ആനയുടെ മരണവാർത്ത ആനക്കേരളത്തിലേക്ക് എത്തുന്നത്. ആ ദുഃഖം മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഗണപതിയുടെ വാർത്തയും പുറത്തു വരുന്നത്. ഇങ്ങനെ പോയാൽ 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിഞ്ഞാൽ ആനക്കേരളത്തിൽ ഒരാന പോലും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം.